ഈ തള്ള എന്താണ് ഈ പറയണത്? അവരെ കൂടി കൊണ്ടുപോകാൻ പുള്ളി എന്താ വീക്കാനായിട്ട് ടൂർ പോവാണോ? ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ റീൽസ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ഫേമസ് ആവുക, കുറച്ച് ആളുകൾ ഇടയിൽ നിന്ന്. അപ്പോൾ ഇവിടെ വിമർശനങ്ങൾക്കൊന്നും അവർ യാതൊരു വിലയും കൽപ്പിക്കുന്നുണ്ടാവില്ല, സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ചില യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ എന്തായാലും കഴിയില്ല. കാരണം അത് ആ കിടത്ത് എല്ലാവർക്കും കിടക്കാനുള്ളത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ഒരു പരിഹാസ രൂപമാണ് ശരിക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ ഓരോരുത്തർ സ്വയം അപഹാസ്യരാകുവാണ്. കാരണം ജീവിതത്തിൽ ഈ ഒരു കിടത്ത ആരും ആഗ്രഹിച്ചിട്ട് കിടന്നു കൊടുക്കുന്നതല്ല, അല്ലേ? നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് അള്ളാൻ്റെ ആ ഒരു സമയം അടുക്കുമ്പോൾ അതിലേക്ക് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ഏത് രൂപത്തിൽ എന്നറിയാൻ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ കാണിച്ച ഈ ഒരു കാര്യത്തിനോട് പല രൂപത്തിലും കമൻ്റ് ചെയ്ത ആളുകളുണ്ട്. വളരെ ചെയ്തത് വളരെ മോശമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പ്രതികരിച്ചവരുണ്ട്. അവരെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് പ്രതികരിച്ചവരുണ്ട്. ഈ എനിക്ക് തോന്നിയൊരു വിഷയം എന്താ വെച്ചാൽ, ഈ കുട്ടികൾ വല്ലാതെ ഒരു രസത്തിന് ചെയ്യുമ്പോൾ ഇതും ഒരു രസമായിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് വിടേണ്ട ഒരു കാര്യമല്ല. അവരെ പിടിച്ച് ശിക്ഷിക്കാനൊന്നും നമുക്ക് അവകാശമല്ല. പക്ഷേ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു വിശ്വാസം, മരണാനന്തര ജീവിതം, മരണം, ഈ ചില പ്രതിഭാസങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഒരു പരിഹസിക്കാൻ എങ്ങനെ കഴിയുന്നു? താൽക്കാലികമായിട്ട് ചില നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്. ചില നിമിഷങ്ങൾ ആളുകളുടെ മനസ്സിൽ നിന്ന് നമ്മളൊന്ന് കണ്ട് അടുത്തതിലേക്ക് പോകും. പക്ഷെ ഇവർ ചെയ്ത പ്രവൃത്തിയുടെ ഒരു അനന്തരഫലം, അല്ലെങ്കിൽ അവർ പരിഹാസത്തിലൂടെ അവർ കാണിച്ചു വെച്ച ആ കോമാളിത്തരങ്ങൾ പക്ഷേ അവരുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഏറെ ചിന്തിക്കേണ്ടത്. അപ്പോൾ എല്ലാം ചെയ്തു കൂട്ടുന്നു. ഇപ്പോൾ ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയം വളരെ നിസ്സാരമായിക്കൊണ്ട് അവർ ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഒരു വിഷയമുണ്ട്. അഥവാ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരുങ്ങിയിട്ട് അവസാനം അത് ഒരു മിനിറ്റിൻ്റെ ഒരു റീൽസിന് വേണ്ടിയിട്ട് ആണ് ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ പണത്തിൻ്റെ ചിലവാക്കലാണെങ്കിലും ചില ആശയങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണെങ്കിലും അതിനെ പരിഹസിച്ചുകൊണ്ടും അല്ലെങ്കിൽ വലിയൊരു പണം ചിലവാക്കിക്കൊണ്ടും ഒക്കെയുള്ള അത്തരം റീൽസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ആകെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ പരമാവധി ഒരു മിനിറ്റൊക്കെയാണ് ആകെ ആളുകൾ റീൽസാക്കി വെക്കാൻ പറ്റുള്ളല്ലോ. എന്നിട്ട് ഇപ്പോൾ 1:30 ഉണ്ട് തോന്നണോ, ഞാൻ 1:30 കൂട്ടുക. വിഷയം അവിടെ അല്ല. ലക്ഷങ്ങൾ പൊട്ടിക്കുന്നത് ഈ ഒരു 1.5 മിനിറ്റ് ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ആ രൂപത്തിൽ പണം ചിലവഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഭാഗത്ത്. മറ്റൊന്നിങ്ങനെ ഇത്തരം ആളുകളെ ഏറെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഷമുണ്ടാക്കുന്ന മരണമെന്ന ഒരു വലിയ സത്യത്തെ വളരെ പരിഹാസ്യതയോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി, അതിൽ ഏറ്റവും പ്രയാസം തോന്നി എന്താ അറിയോ? അതിൽ നേതൃത്വം കൊടുക്കുന്നതിൽ ഈ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ, കുട്ടികൾ അതിൻ്റെ മുൻപന്തിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഒരു തമാശയായിട്ട് കാണുക. അത് അവരുടെ രക്ഷിതാക്കൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു തമാശയായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നണില്ല. ഏതായാലും ഇത്തരം അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളെ ശരിക്ക് എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യമാണ്. ഇന്നത്തെ തലമുറ നോക്കിക്കാണുന്ന ഒരു കാര്യം, എന്തിനേയും റീലാക്കുക, യെസ്. കണ്ടൻ്റ് ആക്കുക, ഡിജിറ്റൽ കണ്ടൻ്റ് ആക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക്, അതിന് എന്തു വഴിയും സ്വീകരിക്കാം എന്നൊരു തലത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു നന്മയെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ഒരു നല്ല കാര്യത്തെ പ്രബോധനം നടത്താനൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങളാകാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആളുകളുടെ ഒരു റീച്ചിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയൊക്കെ എന്തിനേയും റീലാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചെളിവെള്ളം തെറിപ്പിക്കുക, അങ്ങനെ എന്താണോ അവർക്ക് ആ സമയത്ത് തോന്നിയത് അതിനെ റീലാക്കി മാറ്റുന്നൊരവസ്ഥയിലേക്ക് പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യത്തെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലക്ഷ്യം നന്നാകുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നന്നാവുക എന്നത്. അപ്പോൾ നമ്മൾ ഒരു റീൽ എടുക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും
അതിനുവേണ്ടി നമ്മളെടുക്കുന്ന വഴി എന്താണോ അതും ശരിക്ക് നന്നാകേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു സമയത്ത് അനുബന്ധമായി കൂട്ടിച്ചേർക്കാനുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു വിഷയം പറഞ്ഞപ്പോഴേ അതിൽ പങ്കുവെക്കാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ കുട്ടികൾ ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം അത് അങ്ങനെ സംഭവമില്ല. പക്ഷെ എന്നാൽ പോലും ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വലിയ സന്തോഷത്തോടു കൂടി പങ്കുവെക്കുന്ന ബർത്ത്ഡേ ഇതിൽ ചില ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. അതായത് ഏഹ്, മീനുണ്ടല്ലോ, മത്സ്യം നന്നാക്കിയ ആ വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, ഇതൊക്കെ കവറിലാക്കി കൊണ്ടുപോയിട്ട് അവർ മേത്ത് കൂടെ ഒഴിക്കുക. ഒരാൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളെയും വേദനയെയും അപമാനിതനാകുന്ന സാഹചര്യങ്ങളൊക്കെ റീൽസാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ പ്രചരിപ്പിക്കുക. ശരിക്ക് ഇതൊക്കെ എന്ത് സന്ദേശം നൽകുന്നു എന്നുള്ളത് ഇത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ആദ്യം ചിന്തിക്കേണ്ടത് എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്.